ഹായ് വ്യൂവേഴ്സ്. അപ്പം നമ്മൾ ഇതിനു മുമ്പ് 4 തരം ചോദ്യങ്ങളിൽ ഒരു ചോദ്യം പഠിച്ചു കഴിഞ്ഞു. അതാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ അതാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം അത് കേൾക്കുമ്പോഴേ അറിയാം, ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ ക്വസ്റ്റ്യൻ വേർഡ്. ക്വസ്റ്റ്യൻ വേർഡ് കൊണ്ട്, ചോദ്യവാക്കുകൾ കൊണ്ട് തുടങ്ങുന്ന ചോദ്യങ്ങളെയാണ് ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ക്വസ്റ്റ്യൻ വേർഡ് ചോദ്യവാക്കുകൾ? നമ്മൾ മലയാളത്തിൽ ആര്, എന്ത്, എപ്പോൾ, എങ്ങനെ, ഇങ്ങനെയൊക്കെ നമ്മൾ ചോദ്യങ്ങൾ തുടങ്ങും. ആ ചോദ്യങ്ങളെയാണ് ചോദ്യവാക്കുകൾ എന്ന് പറയുന്നത്. അത് ഇംഗ്ലീഷിലാകുമ്പോൾ ഹൂ, വാട്ട്, വെൻ, വേർ ഇങ്ങനെ വരും. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനൊരു ഫോം ഉണ്ടാവും. ഫോം നേരത്തെ എസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ ഫോം പഠിച്ചതാണ്. AB + S + MB. അതേ ഫോമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടായിരിക്കണം. അത്രയേ ഉള്ളൂ, ക്വസ്റ്റ്യൻ വേർഡ്. അപ്പം എന്താണ് ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ്റെ ഫോം? ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് AB + സബ്ജക്റ്റ് + MB. ക്ലിയർ? അപ്പം നമുക്ക് ഒരൊറ്റൊരു ചോദ്യം ഉണ്ടാക്കി നോക്കാം. ഫോർ എക്സാമ്പിൾ, രാജു വിൽ കം ടുമോറോ. രാജു വിൽ കം ടുമോറോ. രാജു നാളെ വരും എന്നാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. അതിൽ ടുമോറോ, ടുമോറോ മീൻസ് നാളെ. രാജു നാളെ വരും. നാളെ എന്നുള്ളത് ഉത്തരം കിട്ടണം. നാളെ എന്നുള്ളത് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ മലയാളത്തിൽ എന്ത് ചോദ്യം ചോദിക്കും? രാജു നാളെ വരും എന്നാണ്. നാളെ ഉത്തരം കിട്ടണമെങ്കിൽ രാജു എപ്പോൾ വരും? നാളെയാണോ, മറ്റന്നാളാണോ, അടുത്ത ആഴ്ചയാണോ എന്നൊക്കെയാണ്. അപ്പോൾ ഇവിടെ നാളെ എന്നാണ്. രാജു എപ്പോൾ വരും? രാജു നാളെ വരും. അപ്പം നാളെ എന്നുള്ളൊരു ഉത്തരം കിട്ടാൻ മലയാളത്തിൽ രാജു എപ്പോൾ വരും എന്നാണ്. അതിന് തത്തുല്യമായ ഇംഗ്ലീഷിലെ പ്രയോഗം എന്താണ്? എപ്പോൾ, വെൻ എന്നാണ്, WHEN. അപ്പം ബാക്കി ഫോം ഇവിടെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വേർഡ് വെൻ, ഓക്സിലറി വെർബ് വിൽ, സബ്ജക്റ്റ് രാജു, മെയിൻ വെർബ് കം. വെൻ വിൽ രാജു കം? വെൻ വിൽ രാജു കം? രാജു എപ്പോൾ വരും? ചോദ്യമായി. ഇനി വേറൊരു എക്സാമ്പിൾ, രാജു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. രാജു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. രാജു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്തർത്ഥം? രാജുവിന് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. അതിൽ ഇംഗ്ലീഷ് എന്നുള്ളത് ഉത്തരം കിട്ടും. ഇംഗ്ലീഷ്, അതായത് ഇംഗ്ലീഷ് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ മലയാളത്തിൽ എന്ത് ചോദ്യം ചോദിക്കും? രാജുവിന് എന്ത് സംസാരിക്കാൻ കഴിയും? രാജു എന്ത്, എന്ത് ഉള്ള ഇംഗ്ലീഷിലെ വേർഡ് വാട്ട്. അപ്പം നമുക്ക് ബാക്കി അറിയാം. വാട്ട്, പിന്നെ ഓക്സിലറി ക്യാൻ, സബ്ജക്റ്റ് രാജു, ദെൻ മെയിൻ വെർബ് സ്പീക്ക്. സോ വാട്ട് ക്യാൻ രാജു സ്പീക്ക്? വാട്ട് ക്യാൻ രാജു സ്പീക്ക്? രാജുവിന് എന്ത് സംസാരിക്കാൻ കഴിയും? അപ്പോൾ ഉത്തരം കിട്ടും ഇംഗ്ലീഷ്. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ദർ ആർ 9 ക്വസ്റ്റ്യൻ വേർഡ്സ് ഇൻ ഇംഗ്ലീഷ്. എനിക്ക് മലയാളത്തിലൊന്നും അറിയില്ല, ചിലപ്പം എണ്ണിയൊക്കെ അങ്ങനെ എണ്ണിയെടുത്തിട്ടൊന്നുമില്ല. പക്ഷേ ഇംഗ്ലീഷിൽ ദർ ആർ ഓൺലി 9 ക്വസ്റ്റ്യൻ വേർഡ്സ്. വെറും 9 ചോദ്യവാക്കുകളെ ഇംഗ്ലീഷിലുള്ളൂ. അത് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. അപ്പം ആദ്യം 3 പേഴ്സണൽ ക്വസ്റ്റ്യൻസ്, വ്യക്തിപരമായ ചോദ്യം ചോദിക്കാൻ 3 പദങ്ങളുണ്ട്. ഹൂ, ഹും, ഹൂസ്. ഹൂ എന്ന് ചോദിച്ചാൽ ആര്, ഹും എന്ന് ചോദിച്ചാൽ ആരെ, ഹൂസ് ആരുടെ. ഇത് 3 വ്യക്തിപരമായ ചോദ്യമാണ്. ഹൂ, ഹും, ഹൂസ്. അപ്പം നമുക്ക് ആദ്യം ഹൂ നോക്കാം. ഫോർ എക്സാമ്പിൾ, ഹൂ ഡു യു ലവ് മോസ്റ്റ്? ഹൂ ഡു യു ലവ് മോസ്റ്റ്? നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ്? അല്ലെങ്കിൽ ഹൂ ലവ്സ് യു മോസ്റ്റ്? നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരാണ്? ഹൂ ലവ്സ് യു മോസ്റ്റ്? ഹൂ ഡു യു ലവ് മോസ്റ്റ്? 2 ചോദ്യങ്ങൾ. ഇതിൻ്റെ ഉത്തരം എനിക്കൊന്ന് പറഞ്ഞു തരണം. ഓക്കെ, ഈ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് സ്വയം നിങ്ങളുടെ അറിവിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരാണ്? നിങ്ങൾ ആരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? ഇതാണ് ആദ്യത്തെ 2 ചോദ്യം. ഇനി ഹും ആണ്. ഇത് ശ്രദ്ധിക്കണം. ഹും എന്നുള്ളത് WHM, ആരെ എന്നാണ്. ഇത് റിട്ടൺ ലാംഗ്വേജിൽ മാത്രമേ ഹും എന്ന് ഫുൾ ഉപയോഗിക്കുകയുള്ളൂ. നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിന് പകരമായിട്ട് ഹൂ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹൂവിന് 2 അർത്ഥമുണ്ട് സ്പോക്കൺ ലാംഗ്വേജിൽ. ആര്, ആരെ. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പം ഒരു ഇത് നോക്കാം.
ഹും എന്നുള്ളതിൽ ഇപ്പം നേരത്തെ നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഹൂ ലവ്സ് യു മോസ്റ്റ് എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. രണ്ടാമത്തത് ഹൂ ഡു യു ലവ് മോസ്റ്റ് എന്നാണ്. റിട്ടൺ ലാംഗ്വേജിൽ അത് ഹുമ്മാണ്. അതാണ് നമ്മൾ ഹൂ ഡു യു ലവ് മോസ്റ്റ്, ആരെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ദെൻ ഹൂ ഡു യു ഹെൽപ്പ് മോസ്റ്റ്, ഹൂ ഡു യു ഹെൽപ്പ് മോസ്റ്റ്, നിങ്ങൾ ആരെയാണ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഹുമ്മായിരുന്നു വേണ്ടിയിരുന്നത്. ഹും ഡു യു ലവ് മോസ്റ്റ്, ഹും ഡു യു ഹെൽപ്പ് മോസ്റ്റ്. പക്ഷെ സംസാരിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാണ്? ഹൂ ഡു യു ലവ് മോസ്റ്റ്, ഹൂ ഡു യു ഹെൽപ്പ് മോസ്റ്റ് എന്നുള്ളത് ഓർമ്മ വേണം. ഓക്കെ, ഇനി ഹൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെ, പൊസിഷൻ കാണിക്കാനാണ്. നമ്മൾ നേരത്തെ മൈ അതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, മൈ, അവർ, യുവർ എന്നൊക്കെ, ആ ഉത്തരം കിട്ടാനാണ്. അപ്പം ഹൂസ് എപ്പോഴും നമ്മൾ ഹൂസ് ബാഗ് ഈസ് ദിസ്, ഇതാരുടെ ബാഗാണ്. ഹൂസ് മൊബൈൽ ഈസ് ദിസ്, ഇതാരുടെ മൊബൈലാണ്. ഹൂസ് ഹൗസ് ഈസ് ദിസ്, ഇത് ആരുടെ വീടാണ്. ഹൂസ് സൺ ഈസ് ദിസ്, ഇതാരുടെ മകനാണ്. അപ്പം അങ്ങനെയാണ് ഹൂസ് നമ്മൾ ചോദിക്കുക. അടുത്ത രണ്ടെണ്ണം. അപ്പം പേഴ്സണൽ ക്വസ്റ്റ്യൻ 3 കഴിഞ്ഞു. ഹൂ, ഹും, ഹൂസ്. ഇനി അടുത്തുള്ളത് വാട്ട് ആൻഡ് വിച്ച്. വാട്ട് ആൻഡ് വിച്ച്. വാട്ട് എന്ന് പറഞ്ഞാൽ എന്ത്, വാട്ട് എന്നാണ്. വാട്ട്, WHAT, വാട്ട് നേരത്തെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ വാട്ട്സ് യുവർ നെയിം, വാട്ട്സ് യുവർ നെയിം, താങ്കളുടെ പേരെന്താണ്. വാട്ട് യു വാണ്ട്, വാട്ട് ഡു യു വാണ്ട്, താങ്കൾക്ക് എന്താണ് വേണ്ടത്. വാട്ട് ഡു യു വാണ്ട്, അതാണ് വാട്ട്. ഇനി WHICH, വിച്ച്. വിച്ച് എന്ന് ചോദിച്ചാൽ ഏത്. വിച്ച് മീൻസ് ഏത് എന്നാണ്. ഫോർ എക്സാമ്പിൾ, വിച്ച് ഈസ് യുവർ മൊബൈൽ, ദിസ് വൺ ഓർ ദാറ്റ് വൺ, ഇതാണോ അതാണോ. വിച്ച് ഈസ് യുവർ മൊബൈൽ. ആൻഡ് വിച്ച് ഈസ് യുവർ ഹൗസ്, നിങ്ങളുടെ വീട് ഏതാണ്, ഇതാണോ അതാണോ. അങ്ങനെയാണ് വിച്ച് ചോദിക്കുക. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം, വാട്ട്സ് യുവർ ഫേവറേറ്റ് കളറാണോ ശരി, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് കളറാണോ ശരി, ഏതാണ് ശരി. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് കളർ എന്ന് പറയണോ, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് കളർ എന്ന് പറയണോ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണ് എന്നാണ്. പൊതുവെ മലയാളികൾക്ക് വിച്ചിനോടൊരു ഭയങ്കര ഇഷ്ടം. ഏത് എന്നുള്ളതിന് അവർ പഠിച്ചു വെച്ചിരിക്കുന്ന WHICH, വിച്ച് എന്നാണ്. പക്ഷേ നമുക്ക് 2 ചോദ്യങ്ങളും ചോദിക്കാം. വിച്ചും ചോദിക്കാം, വാട്ടും ചോദിക്കാം. പക്ഷേ ചെറിയൊരു അർത്ഥവ്യത്യാസമുണ്ട്. വിച്ച് മീൻസ് സ്പെസിഫിക് ആൻഡ് ലിമിറ്റഡ്. വാട്ട് മീൻസ് അൺലിമിറ്റഡ് ആൻഡ് ജനറൽ. ജനറൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വാട്ടാണ് ചോദിക്കുക, ഒരു ജനറൽ ക്വസ്റ്റ്യൻ. അതേസമയം നമ്മുടെ മുമ്പിൽ 1, 2, 3, 5, 10 എണ്ണം വെച്ചിട്ട് ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് ചോദിക്കാൻ വിച്ചാണ്. അപ്പം നമുക്കതിൽ സിലക്ഷൻ ഉണ്ട്, കുറച്ചേ ഉള്ളൂ, അതിന് സെലക്ട് ചെയ്യണം. അത് ലിമിറ്റഡ് ആണ്, അത് സ്പെസിഫിക് ആണ്, ആ പ്രത്യേകതയുള്ളതെന്ന്. ഇപ്പം അതൊരു എക്സാമ്പിൾ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പം നിങ്ങളൊരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് ചെല്ലുന്നു. അപ്പം അവിടുത്തെ സെയിൽസ് ഗേൾ, അപ്പം അവരെന്താ ചോദിക്കുക? കാരണം അവരുടെ മുമ്പിൽ ഒരു തരത്തിൽപ്പെട്ട 4, 5 കളർ സാരികൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ഇതാണുള്ളത്. അപ്പം അവർ ചോദിക്കുക ശരിക്കും വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് കളർ, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് കളർ, ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് അതിൻ്റെ അർത്ഥം. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് കളർ. കാരണം ഇവിടെ 4, 5 കളറേ ഉള്ളൂ. അസമയം ഒരു വ്യക്തിയെ കാണുന്നു, നമ്മൾ ജനറലായിട്ട് ചോദിക്കും. അവിടെ അവരുടെ മുമ്പിൽ കളറുകളൊന്നും വെച്ചിട്ടില്ല. വാട്ട്സ് യുവർ ഫേവറേറ്റ് കളർ, വാട്ട്സ് യുവർ ഫേവറേറ്റ് കളർ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്നാണ്. വാട്ട്സ് യുവർ ഫേവറേറ്റ് കളർ. അതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്, അത് അൺലിമിറ്റഡ് ആണ്. കാരണം ഈ പ്രകൃതിയിൽ ഇപ്പം നമ്മുടെ തുണിക്കടയിൽ പോയപ്പം കൂടി വന്ന 4, 5 കളറുകളാണ് അവിടെ വെച്ചിരിക്കുന്നത്. അതേസമയം പ്രകൃതിയിലേക്ക് നോക്കിയാൽ 10,000-കണക്കിന് കളറുകളുണ്ട്. അപ്പം അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് ചോദിക്കുന്നത് വാട്ട്സ് യുവർ ഫേവറേറ്റ് കളർ എന്നാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണ്. അതുപോലെ ഇപ്പോൾ ഒരു ലിക്വർ ഷോപ്പിലേക്ക് ചെല്ലുകയാണ്. ആ ലിക്വർ ഷോപ്പിൽ ലോകത്തുള്ള എല്ലാ ബ്രാൻഡുകളും അവിടെ ഇല്ല. അവിടെ കൂടി വന്ന 5, 10 അല്ലെങ്കിൽ 10, 20 ബ്രാൻഡുകൾ ഉണ്ടാവും. അപ്പോൾ ഇതിലേതാ നിങ്ങളുടെ ബ്രാൻഡ് എന്ന് അവിടുത്തെ സെയിൽസ് പേഴ്സൺ ചോദിക്കുന്നത് വിച്ച് ഈസ് യുവർ ബ്രാൻഡ്. അത് 2 പേരുകൾ വരും. വിച്ച് ഈസ് യുവർ ബ്രാൻഡ്, ദിസ് വൺ ഓർ ദാറ്റ് വൺ എന്നാണ് അവർ ചോദിക്കുക. ആദ്യമേ ഒരു വ്യക്തി, അതായത് ഒരു ലിക്വർ കഴിക്കുന്ന ഒരു വ്യക്തിയോട് നമ്മളൊരു ജനറൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പം നമ്മൾ ചോദിക്കുക വാട്ട്സ് യുവർ ബ്രാൻഡ്, വാട്ട്സ് യുവർ ബ്രാൻഡ്, നിങ്ങളുടെ ബ്രാൻഡ് ഏതാണെന്നാണ്. അപ്പം വിച്ച് ഈസ് യുവർ ബ്രാൻഡും ശരിയാണ്, വാട്ട് ഈസ് യുവർ ബ്രാൻഡും ശരിയാണ്. വിച്ച് എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള ആ സിലക്ഷനിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. വാട്ട് എന്ന് പറയുമ്പോൾ ജനറൽ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെയാണ് വാട്ട് ക്ലാസ് ആർ യു സ്റ്റഡിങ് ഓർ വിച്ച് ക്ലാസ് ആർ യു സ്റ്റഡിങ്.
നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് വിച്ച് ക്ലാസ് ആർ യു സ്റ്റഡിങ്, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് മക്കളോട് ചോദിക്കും. അവിടെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുമ്പോഴാണ് വിച്ച് വേണ്ടത്. വിച്ച് ക്ലാസ് ആർ യു സ്റ്റഡിങ്, 10th or 11th, 10ലാണോ 11ലാണോ നിങ്ങൾ പഠിക്കുന്നത്, വിച്ച് ക്ലാസ് ആർ യു സ്റ്റഡിങ്. അവിടെ സെലക്ഷൻ ഉണ്ട്. ആദ്യം ഒരു ജനറൽ ക്വസ്റ്റ്യൻ, ഒരു കുട്ടിയെ കണ്ടു, ആ കുട്ടി ഏത് ക്ലാസ്സിലാണെന്നൊന്നും അറിയില്ല, അപ്പോൾ ഒരു ജനറൽ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം, വാട്ട് ക്ലാസ് ആർ യു സ്റ്റഡിങ്. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ, വിച്ചും വാട്ടും തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആണല്ലോ. സോ ഫ്രണ്ട്സ്, ഇനിയുണ്ട് നമുക്ക്, ഇപ്പം നമുക്ക് 5 ക്വസ്റ്റ്യൻ വേർഡ്സേ പഠിച്ചിട്ടുള്ളൂ. ഇനി എത്രയുണ്ട്? 4 കൂടിയുണ്ട്. അത് നമുക്കിതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ പഠിക്കാം. ഓക്കെ. സോ അപ്പം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. ആ ക്വസ്റ്റ്യൻ വേർഡിൻ്റെ തുടർച്ചയായിട്ട് അടുത്തൊരു പാർട്ടുണ്ട്, അപ്പോൾ അതിൽ പഠിക്കാം. സോ ടുഡേ വി ഹാവ് ലേൺഡ് there are 9 question words in English, and the form of question word is question word plus ab plus s plus mb. That's all we have learned. I hope you have understood everything. Friends, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you very much for watching this video. Goodbye till we meet again.